സാർ, ഈ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ പേരുടെയും മനസ്സിൽ നീറ്റലായി നിൽക്കുമ്പോൾ നാട് മുഴുവൻ നാറ്റിച്ചിട്ട് BJP അംഗങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ നീറ്റായിട്ട് ഇവിടെ വന്ന് അതിനെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നു സാർ? വായുവിനെ, കാറ്റിന്, കാരണം അതിനെ പിടുത്തം കിട്ടിയില്ല, ഇല്ലെങ്കിൽ അതിനും നിങ്ങൾ നികുതി ഏർപ്പെടുത്തുമായിരുന്നു. പരസ്യം ജനം ശരിയായ അർത്ഥത്തിലെടുത്തു. ബാലറ്റിൽ ജനം സൂക്ഷ്മമായി പരതി. LDF അല്ലാതെ കൊള്ളാവുന്ന മറ്റാരുണ്ട്? UDF ഉണ്ട് സാർ. സാർ, എൻ്റെ സംശയം ഒരാൾ 2 വോട്ട് ചെയ്തോ എന്നാണ്. ഉറക്കം വരുമോ BJP-ക്കാർ? അവർ നേരത്തെ വിൻസെന്റ് MLA സൂചിപ്പിച്ചതുപോലെ അവരും പെണ്ണുങ്ങളെ എല്ലാം കൂടി ഇറക്കി സമരം ചെയ്യുന്നു. മുദ്രാവാക്യം VD സതീശൻ രാജിവെക്കണം. സാർ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നത്. സാർ, ഇവിടെ ശ്രീ PK പ്രവീൺ, ബഹുമാനപ്പെട്ട അംഗം, PM ശ്രീയെ കുറിച്ച് പറഞ്ഞു. സാർ, ആരാണ് ഈ PM ശ്രീ കൊണ്ടുവന്നത്? സാർ, ഈ കട്ടലയുടെ ഇടയ്ക്ക്, കതവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കൈയിട്ടിട്ട് അടയ്ക്കാനും വയ്യ, തുറക്കാനും വയ്യ. ഞങ്ങളൊരു തന്ത്രപരമായി എങ്ങനെങ്കിലും അതൊരു ഊരാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുകൊണ്ടൊന്ന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സാർ, ഈ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ പേരുടെയും മനസ്സിൽ നീറ്റലായി നിൽക്കുമ്പോൾ നാട് മുഴുവൻ നാറ്റിച്ചിട്ട് BJP അംഗങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ നീറ്റായിട്ട് ഇവിടെ വന്ന് അതിനെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നു സാർ? സാർ, പഞ്ചസാര എന്ന് പേപ്പറിൽ എഴുതി നക്കിയാൽ മധുരിക്കില്ല സാർ. സാർ, പഞ്ചസാര തന്നെ നാവ് കൊണ്ട് നുണഞ്ഞെങ്കിൽ മാത്രമേ മധുരിക്കൂ. സാർ, നിങ്ങളുടെ കാലത്തെ മുഴുവൻ ബഡ്ജറ്റ് പ്രസംഗങ്ങളും പേപ്പറിലെ പഞ്ചസാര പോലെയായിരുന്നു. പണമില്ലായിരുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അധിക ഭാരം ചുമത്തിയിരുന്നു. നിങ്ങൾ വായുവിനൊഴിച്ച് എല്ലാത്തിനും നികുതി വർദ്ധിപ്പിച്ചു. വായുവിനെ, കാറ്റിന്, കാരണം അതിനെ പിടുത്തം കിട്ടിയില്ല, ഇല്ലെങ്കിൽ അതിനും നിങ്ങൾ നികുതി ഏർപ്പെടുത്തുമായിരുന്നു. ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് മണ്ണിൻ്റെ മണമുള്ള ബഡ്ജറ്റാണ് സാർ. സാർ, ആത്മഹത്യയിൽ നിന്ന് മനുഷ്യനെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ബഡ്ജറ്റാണ് സാർ. അതുകൊണ്ട് പുതുക്കിയ ബഡ്ജറ്റിലെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, തുടർ ഭരണത്തിൽ നിന്നും തുടർച്ചയായ പരാജയത്തിലേക്ക് നിങ്ങൾ എങ്ങനെ വീണു എന്ന് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചർച്ച നടക്കുകയാണ്. സാർ, കുറ്റം നിങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ കുറ്റക്കാരില്ല. കുറ്റക്കാരുടെ പേര് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല സാർ. പറഞ്ഞാൽ നാവ് അരിയുമോ എന്ന ഭയം നിങ്ങളെ വേട്ടയാടുകയാണ്. അത് കണ്ടുപിടിക്കാതിരിക്കട്ടെ, അതാണ് ഞങ്ങൾക്ക് നല്ലത് എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് സാർ. സാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രചണ്ഡമായ പരസ്യവാചകം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നായിരുന്നു. സാർ, ആ വാക്ക് തുടർ ഭരണത്തിൽ നിന്നും നിങ്ങൾക്കുണ്ടായ അഹങ്കാരമല്ലേ സാർ? ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നില്ലേ? ആ പ്രചരണം അങ്ങ് ഏറ്റു സാർ. പരസ്യം ജനം ശരിയായ അർത്ഥത്തിലെടുത്തു. ബാലറ്റിൽ ജനം സൂക്ഷ്മമായി പരതി. LDF അല്ലാതെ കൊള്ളാവുന്ന മറ്റാരുണ്ട്? UDF ഉണ്ട് സാർ. സാർ, എൻ്റെ സംശയം ഒരാൾ 2 വോട്ട് ചെയ്തോ എന്നാണ്. കാരണം ഇല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് ജയിച്ചു വരില്ലായിരുന്നു സാർ. 2 വോട്ടിൽ 1 ഞങ്ങൾക്കുള്ള പിന്തുണയാണ്. 1 വോട്ട് നിങ്ങളോടുള്ള ശക്തമായ പ്രതിഷേധമാണ് സാർ. സാർ, ഇപ്പോഴും നിങ്ങൾ പറയുന്നത് നവകേരള സദസ്സ് കൊണ്ട് ഗുണമുണ്ടായി എന്നാണ്. ഗുണമുണ്ടായി, അതാണല്ലോ AD തോമസ് ഇവിടെ MLA ആയിട്ട് വന്നിരിക്കുന്നത്. ഗുണമുണ്ടായി സാർ. സാർ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണം തുടങ്ങുന്നതിന് മുന്നേ സമരം അങ്ങ് തുടങ്ങി സാർ. സാർ, ഊഹാപോഹങ്ങളുടെ പേരിലാണ് സമരം, കിംവദന്തികളുടെ പേരിലാണ് സമരം. സാർ, അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുക്കുന്നത് പോലെ ഇങ്ങനെ ഊഹാപോഹങ്ങളുടെ പേരിൽ കേരളത്തിൽ സമരം ചെയ്ത ഞങ്ങളുടെ ഒരു നാടകം ഉണ്ട്, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. അതിനകത്തൊരു സംഭാഷണമുണ്ട് സാർ. സമരത്തിന് അങ്ങനെ വലിയ ആളൊന്നും വേണമെന്നില്ല, മുദ്രാവാക്യം ഉണ്ടായാൽ മതി. സാർ, ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെല്ലാം അങ്ങനെയുള്ള സമരങ്ങളാണ് സാർ. സാറ്, ഇത് കണ്ടപ്പോൾ ദേശസ്നേഹികൾക്ക് ഉറക്കം വരുമോ BJP-ക്കാർ? അവർ നേരത്തെ വിൻസെന്റ് MLA സൂചിപ്പിച്ചതുപോലെ അവരും പെണ്ണുങ്ങളെ എല്ലാം കൂടി ഇറക്കി സമരം ചെയ്യുന്നു. മുദ്രാവാക്യം VD സതീശൻ രാജിവെക്കണം. സാർ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നത്. പാവങ്ങൾ അറിഞ്ഞില്ല സാർ. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഗർഭിണിയാണ് കാള എന്നറിഞ്ഞപ്പോഴേ കയറും കൊണ്ട് ഓടി. സാർ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ജലപീരങ്കി വെള്ളത്തിൽ പുലിവാല് പിടിക്കുന്നത് ആദ്യമായിട്ടാണ് സാർ കേൾക്കുന്നത്. സാർ, പാവപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ചാടെ കയറ്റി ഇരവാദം ഉന്നയിച്ച് കുപ്പിയും വെള്ളവും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു.
സാർ പിന്നീടാണ് മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഒരു സമരഭടൻ കുനിഞ്ഞിരുന്ന് കുപ്പിയിൽ റോഡിലെ വെള്ളം നിറയ്ക്കുന്നു. സാർ, നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളുടെ ഈ ചെടിച്ചട്ടികളുടെ അവശിഷ്ടങ്ങൾ ശ്രീ വി ഡി സതീശൻ അന്ന് ഈ മേശപ്പുറത്ത് വെച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു പൂന്തോട്ടം തുടങ്ങാമായിരുന്നു സാർ. സാർ, ഇപ്പോൾ സമരഭടന്മാർക്ക് പുതിയൊരു ആയുധം കൂടി കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് പോക്കറ്റടിക്കാരുടെ ആയുധമായിരുന്നു, ബ്ലേഡ് എന്നാണ് അതിന്റെ പേര്. സാർ, നിങ്ങളുടെ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പ് ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെയായിരുന്നു. എന്ന് വെച്ചാൽ അനക്കമില്ലായിരുന്നു. കേരളം മയക്കുമരുന്നിന്റെ പറുദീസയായി മാറി. നിങ്ങൾ അനങ്ങിയില്ല, ആട്ടുകല്ലായിരുന്നു. ചിലർ മട്ടുപ്പാവിൽ വരെ കഞ്ചാവ് കൃഷി ആരംഭിച്ചു. സാർ, നാട്ടിൻപുറത്ത് കർഷകർ ഇടവിള കൃഷി നടത്തും. അതിന് കാച്ചിൽ, ചേമ്പ്, ചീനി, ചേന, കിഴയ്ക്ക ഇതൊക്കെയാണ് ഇടവിള കൃഷി. സാർ, ഇപ്പോൾ കഞ്ചാവ് കൂടി ഇടവിള കൃഷിയായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി കേരളത്തിൽ കൃഷി ചെയ്യുന്ന അവസ്ഥയുണ്ടായി. സാർ, പണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കുവാൻ, ഈ സമ്പന്നന്മാരിൽ നിന്നും പലിശയ്ക്ക് കൊടുപ്പുകാരിൽ നിന്നും രക്ഷിക്കുവാൻ ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നു. സാർ, ഒരു പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹം തന്നെ വേണ്ടി വന്നു ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിയിൽ നിന്നും ഒരു തലമുറയെ രക്ഷിക്കാൻ. സാർ, ജീരക മിഠായി കിട്ടുന്നതിനേക്കാൾ സുലഭമായി നാട്ടിൽ കുട്ടികൾക്ക് ലഹരി മിഠായി കിട്ടി തുടങ്ങി. അപ്പോഴും നിങ്ങൾ ആട്ടുകല്ലായിരുന്നു സാർ, അനക്കമില്ലായിരുന്നു. സാർ, നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി പത്തനാപുരത്ത് നിന്ന് വരും എന്നൊരു ചൊല്ലുണ്ട്. സാർ, മയക്കുമരുന്ന് എവിടെയുണ്ടോ അവിടെ ശ്രീ രമേശ് ചെന്നിത്തലയും പോലീസും ഓപ്പറേഷൻ തൂഫാനുമായി എത്തും. സാർ, അതാണ് സാർ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഞങ്ങൾ രാഷ്ട്രീയം മറന്ന് നിങ്ങളോട് സഹകരിച്ചു. പക്ഷെ നിങ്ങളെന്താണ് പ്രചരിപ്പിച്ചത്? നിങ്ങളുള്ളത് കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നതെന്ന്. സാർ, അങ്ങനെയല്ല. നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ ലോകം തന്നെ, ഈ അണ്ടകടാഹം തന്നെ നിലനിൽക്കുന്നത്. പക്ഷെ അത് ആര് പറയും? അത് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. സാർ, ഇതുവരെ സ്വർണം കെട്ടവരാരപ്പ എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. സാർ, ഇപ്പോൾ വെള്ളി കെട്ടവരാരാ രാമ എന്നുകൂടി ചോദിക്കണം. സാർ, അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് സ്വർണ്ണക്കട അസോസിയേഷൻകാർ കൊടുത്ത 60 കിലോ വെള്ളി കെട്ടു. സാർ, 200 കോടി രൂപ അതിന്റെ കട്ടുകൊണ്ടുപോയി. സാർ, ആര്? BJP-ക്കാർ. സാർ, ഞങ്ങൾക്ക് രാമൻ മര്യാദാ പുരുഷനാണ്. അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമായി ഞങ്ങൾ ദൈവമായി കാണുന്നു. പക്ഷേ BJP-ക്കാർ രാമനെ പണം കായ്ക്കുന്ന മരമായി കാണുന്നു. സാർ, വിശ്വാസത്തെ നാട്ടിൽ കലാപമുണ്ടാക്കാനും അധികാരം പിടിക്കാനുള്ള കുറുക്കുവഴിയുമാണ് ആയിട്ടാണ് സാർ BJP-ക്കാർ കാണുന്നത്. സാർ, ഒരു കൈകൊണ്ട് രാമരാമ എന്നും മറു കൈകൊണ്ട് നിം നിം നോട്ട് എണ്ണുന്നതും ഇവരുടെ പരിപാടിയാണ്. സാർ, കാണിക്ക എണ്ണിയവന്റെ വീട്ടിൽ നിന്ന് മാത്രം 20 ലക്ഷം കണ്ടെത്തി. സാർ, ഒരു കാര്യം തറപ്പിച്ച് പറയാം, നിങ്ങളുടെ തകർച്ചയും രാമന്റെ ശാപത്തിലൂടെ ആയിരിക്കും. സാർ, ഈ ബഡ്ജറ്റിൽ വർഷങ്ങളായി ഞാൻ TJ വിനോദ് MLA, വിൻസെന്റ് MLA ഒക്കെ തീരദേശത്തു നിന്നും വരുന്നവരാണ്. സാർ, ഈ ബഡ്ജറ്റിൽ വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്ന മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി പുനരാരംഭിച്ചിരിക്കുന്നു. സ്വാഗതം ചെയ്യുകയാണ്. സാർ, എന്നാൽ ഇതിന്റെ ഗുണം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തീരദേശ പരിപാലന നിയമത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നിർമ്മാണത്തിന് ഇളവ് അനുവദിക്കണം. സാർ, അല്ലെങ്കിൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഗുണകരമാകില്ല. സാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റിൽ വരാത്തൊരു കാര്യമാണ്. സാർ, സുനാമി കോളനി, കഴിഞ്ഞ സർക്കാർ കോളനി എന്നുള്ള പേര് മാറ്റി നഗരന്നാക്കി. പക്ഷെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. സാർ, അന്ന് ദുരന്തമുണ്ടായപ്പോൾ കൈ കിട്ടിയ സാധന സാമഗ്രികൾ അതിന്റെ ഗുണനിലവാരമൊന്നും പരിശോധിച്ചില്ല. കൂടുതലും ചതുപ്പ് നിലങ്ങളിലാണ്. സാർ, ഞാൻ തന്നെ 2 സബ്മിഷനും ഒരു ശ്രദ്ധ ക്ഷണിക്കലും ഇവിടെ കൊണ്ടുവന്നതാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അതിനകത്ത് ഏറെ കാര്യങ്ങൾ അദ്ദേഹം ആത്മാർത്ഥമായി ഇടപെട്ട്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാം. പക്ഷെ ഇപ്പോഴും സുനാമി നഗരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഭയത്തോടു കൂടിയിട്ടാണ് സാർ ജീവിക്കുന്നത്. സാർ, അവരുടെ മക്കളെ ബന്ധുവീടുകളിൽ പാർപ്പിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. സാർ, ഇടിഞ്ഞു വീഴാറായി. സാർ, ആരെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളികൾ ഈ സുനാമി നഗരിൽ താമസിക്കുന്ന ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന് നമ്മൾ സമാധാനം പറയണ്ടേ? അതുകൊണ്ട് സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വകുപ്പ് മന്ത്രി അടക്കം അടിയന്തരമായി ഈ സുനാമി നഗരങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദുരന്ത ജീവിതം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കണം. സാർ, കാലാവസ്ഥ ഞാൻ ചുരുക്കാം. സാർ, കാലാവസ്ഥ വന്നാലും കണ്ടെയ്നർ വന്നാലും കപ്പൽ വന്നാലും ഏത് വന്നാലും പാവം മത്സ്യത്തൊഴിലാളികളുടെ തലയിലാണ്. സാർ,
സർ, കണ്ടെയ്നറിൽ കുരുങ്ങി ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ വലയും യാനങ്ങളും നഷ്ടപ്പെട്ടു. സാർ, ആർക്കും ഇതുവരെയും 10 രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. സാർ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്ത് പഠിച്ചു സാർ? ഈ അടുത്തിടെ പേത്ത എന്ന് പറയുന്ന ഒരു ജീവി ഇറങ്ങി. പേത്ത പലർക്കും അറിയില്ല. സാർ, ഈ പേത്ത ചെറിയ ജീവിയാണെങ്കിലും അതുണ്ടാക്കുന്ന നഷ്ടം ഭീമമാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ പേത്ത നശിപ്പിച്ചത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടമായത്. സാർ, മത്സ്യഫെഡ് വഴിയുള്ള മണ്ണെണ്ണ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിന് ആലപ്പാട് അഴീക്കൽ ഹാർബറിൽ മണ്ണെണ്ണ പമ്പ് ആരംഭിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സാർ, മത്സ്യബന്ധനത്തിന് നേരത്തെ വിൻസെന്റ് എം.എൽ.എ സൂചിപ്പിച്ചു. അറ്റാക്ക്, സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്ന ഒരു ആശ്രിതർക്ക് മതിയായ ധനസഹായം കൊടുക്കണം സാർ. സാർ, ഹാർബറുകളിലെങ്കിലും അത്യാധുനിക സൗകര്യമുള്ള ആംബുലൻസ് സേവനം ഉറപ്പുവരുത്തണം സാർ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തീരസംരക്ഷണം ഏതാണ്ട് 5 വർഷമായി ഞാൻ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. 10 ഹോട്ട്സ്പോട്ടുകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരെണ്ണം ആലപ്പാട് ഹോട്ട്സ്പോട്ടായിരുന്നു. വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചതിൻ്റെ സാങ്കേതികമായ കുരുക്കുകളെല്ലാം അഴിച്ച് കഴിഞ്ഞ മന്ത്രിസഭയുടെ മേശപ്പുറത്തായിരുന്നു സാർ. ഒരുപാട് കാലം അത് അവിടെ ഉറങ്ങുകയായിരുന്നു. അവസാന മന്ത്രിസഭാ യോഗത്തിൽ ADBയിൽ നിന്നും വായ്പ എടുക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഈ സർക്കാർ വന്നതിന് ശേഷം തുക വർദ്ധിപ്പിച്ച് 500 കോടിയിൽ പരം രൂപയാക്കി. സാർ, ആ വേഗത്തിൽ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇടപെടണം എന്നാവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് ടൂറിസം. സാർ, 2 ടൂറിസമാണ്. ഞാൻ നിർത്തുകയാണ്. 2 ടൂറിസമാണ്. ഒന്ന് പ്രകൃതി ഒരുക്കുന്ന ടൂറിസം. അത് സ്വാഭാവികമായ ടൂറിസമാണ്. അവിടേക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ആളുകൾ ഒഴുകിയെത്തും. അത്തരത്തിലൊരു ടൂറിസമാണ് ഞങ്ങളുടെ ആലപ്പാട് അഴീക്കൽ ടൂറിസം. ആയിരക്കണക്കിന് ആളുകളാണ് അവധി ദിവസം അവിടെ എത്തുന്നത്. കൃത്രിമ ടൂറിസത്തിന് നമ്മൾ കാശ് ചിലവാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കി കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് കുറേ കാശ് മുടിക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ ആ ടൂറിസം നശിച്ചു പോകും. സാർ, പ്രകൃതിദത്തമായ ആലപ്പാട്ടെ അഴീക്കൽ ടൂറിസം രക്ഷപ്പെടുത്താനുള്ള മാർഗം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയെ ഞാൻ പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുന്നു. നന്ദി, നമസ്കാരം.